ഗസ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കാനും ഹമാസിന്റെ അടിത്തറ തകർക്കാനും 2023 അവസാനത്തിൽ ഇസ്രായേൽ തയ്യാറാക്കിയ ഒരു തിരക്കഥ അതിൻ്റെ പ്രവർത്തന പഥത്തിലേക്ക് പോവുകയാണ്. ഒരു അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയുടെ വേഷമണിഞ്ഞ് ഗസയിലേക്ക് കയറിക്കൂടുക, സാധാരണ ജനങ്ങളുമായി അടുത്ത് ഇടപഴകുക, സഹായ വിതരണത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, പതുക്കെ പതുക്കെ ഹമാസിൻ്റെ സ്വാധീനം ഇല്ലാതാക്കുക, അങ്ങനെ ഗസയെ നിയന്ത്രിക്കുക. ഇതിനായി ഇസ്രായേൽ ഒരുക്കിയ സംഘത്തിൻ്റെ പേരാണ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ. വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം ഗസയെ പൂർണ്ണമായി ഉപരോധിക്കുക, വെള്ളവും ഭക്ഷണവും മരുന്നും തടഞ്ഞ് ഫലസ്തീനികളെ പട്ടിണിക്കിട്ട് കൊല്ലുക. സ്വാഭാവികമായും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഉയരും. അപ്പോൾ ഗസയിലേക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിയാൽ മതിയെന്ന സ്ഥിതി വരും. അപ്പോൾ ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ റോളിൽ ഗസയിൽ കയറിക്കൂടുക. ഇതാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. UN-ൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാമും യുനർവയും ചേർന്നായിരുന്നു ഗസയിലെ 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർക്ക് യുദ്ധസമയത്ത് ഭക്ഷണം നൽകിയിരുന്നത്. ഗസയിൽ ഉടനീളം 400ഓളം സമൂഹ അടുക്കളകളാണ് ഇതിനുണ്ടായിരുന്നത്. ആദ്യം ഈ UN സംവിധാനങ്ങളെ ഇസ്രായേൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. യുനർവയിൽ ഹമാസ് കയറിക്കൂടിയെന്ന പ്രചാരണം നയിച്ചു. കഴിഞ്ഞ മാർച്ച് മുതൽ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണവുമായുള്ള ഒരു ട്രക്കോ ഇസ്രായേൽ കടത്തിവിടാതെ സമ്പൂർണ്ണ ഉപരോധത്തിലായിരുന്നു ഗസ. 100ഓളം കുഞ്ഞുങ്ങൾ പട്ടിണി കാരണം മാത്രം മരിച്ചു. ഈ സ്ഥിതി തുടർന്നാൽ 70,000-ഓളം കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങുമെന്ന് UN മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ ലോകമാകെ പ്രതിഷേധത്തി ആളിപ്പടർന്നു. പല രാജ്യങ്ങളും ഇസ്രായേലിന് താക്കീത് നൽകി. അതിനുശേഷമായിരുന്നു ഗസയിലേക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളുമായുള്ള ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറായത്. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. സഹായ വിതരണത്തിൻ്റെ മൊത്തം കൺട്രോൾ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് നൽകുകയാണ്. അവരാണ് ഇനി ഗസയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഇനി എന്താണ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് നോക്കാം. ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂ ഗാസ എയ്ഡ് പ്ലാൻ ബൈപാസിംഗ് UN ആൻഡ് ബിൽഡ് ആസ് ന്യൂട്രൽ ഒറിജിനേറ്റഡ് ഇൻ ഇസ്രായേൽ എന്നതാണ് ലേഖനം. ഇസ്രായേലിൻ്റെയും US-ൻ്റെയും നിരവധി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഇതൊരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ സംരംഭമാണ് എന്നും പ്രധാനമായും അമേരിക്കൻ കരാറുകാരാണ് ഇത് നടത്തുന്നത് എന്നും വിശദീകരിക്കുന്നു. മുൻ CIA ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് F. റെയ്ലിയാണ് ഇതിൻ്റെ തലപ്പത്ത്. യുദ്ധമേഖലയിൽ സഹായം ചെയ്യുന്ന നിരവധി അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. എന്നാൽ നിഗൂഢമായ ഈ ഒരു സംഘടന ഒരു പ്രവൃത്തി പരിചയവുമില്ലാതെ എവിടെ നിന്ന് പൊട്ടിമുളച്ചു എന്ന് നോക്കാം. ഇസ്രായേലി സൈന്യത്തിൻ്റെ സിവിലിയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് കോഗാറ്റ്. ഇതിൻ്റെ ഉപദേശകനായിരുന്ന യോദം ഹാക്കോഗാനെയാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിന് ഇസ്രായേൽ ഏൽപ്പിച്ചത്. 2023 അവസാനത്തിൽ ഇസ്രായേൽ സർക്കാരുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥർ, സൈനിക ഓഫീസർമാർ, വ്യവസായികൾ എന്നിവർ പങ്കെടുത്ത സ്വകാര്യ യോഗത്തിൽ ഈ പദ്ധതിയുടെ പ്രധാന രൂപരേഖ യോദം ഹാക്കോഗാൻ അവതരിപ്പിച്ചു. മിക്കോ ഇസ്രായേൽ ഫോറം എന്നായിരുന്നു ഈ ഗ്രൂപ്പിൻ്റെ പേര്. മുൻ CIA ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് F. റെയ്ലിയുമായി ചേർന്ന് ഈ പദ്ധതി വികസിപ്പിക്കാൻ തുടങ്ങി. ഇസ്രായേലി അമേരിക്കൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മൈക്കൻ ഐസബർഗ് പണമിറക്കി. പിന്നീട് അങ്ങനെ 1.5 വർഷത്തോളം ഇതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ മിലിറ്ററി ഉപദേശകനായ ജനറൽ റോമൻ ഗോഫ്മാൻ്റെ സഹായിയായാണ് ഇപ്പോൾ ഏതായിരുന്നാലും യോദം ഹാക്കോഗാനെ കാണുന്നത്. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പുതിയ ഇസ്രായേൽ പദ്ധതിയിൽ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് ഇപ്പോൾ പ്രധാന റോളുണ്ട്. US-ലാണ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഗസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം നൽകാനും ഏകദേശം 1000-ഓളം സായുധ സുരക്ഷാ ഗാർഡുകളെ നിയമിക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് ധനസഹായം നൽകുന്നത് ആരെന്ന് വ്യക്തമല്ല. ഗസയിലേക്ക് സഹായത്തിന് എന്ന് പറഞ്ഞ് ലോകത്ത് നിന്നാകെയുള്ള ഫണ്ടും ഇവർ അടിച്ചുമാറ്റുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഒരു യൂറോപ്യൻ രാജ്യം GHF-ന് $100 ദശലക്ഷം സംഭാവന നൽകിയതായി ഫൗണ്ടേഷൻ ഒരു പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നു. ഏതായിരുന്നാലും GHF-നെതിരെ UN തന്നെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. സഹായ വിതരണത്തിൻ്റെ മറവിൽ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം പിടിക്കാൻ GHF വഴി ഇസ്രായേലിന് കഴിയുമോ? കാത്തിരുന്നു കാണാം.